നെറ്റ് സീറോ കാർബൺ കേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചെറുവത്തൂർ മുട്ടോളിപ്പുഴയിൽ 2000 കണ്ടൽ തൈകൾ നടുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനും ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനുമായാണ് മുട്ടോളിപ്പുഴയിൽ 2000 കണ്ടൽ തൈകൾ നടുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള നിർവഹിച്ചു. നമുക്കറിയാം, ഒട്ടേറെ വർഷങ്ങളായിട്ട് കണ്ടൽ ചെടിയും അതുപോലെ തന്നെ വനവൽക്കരണങ്ങളൊക്കെ നടത്തിപ്പോകുന്ന ദിവാരമാഷാണ് നമുക്ക് കണ്ടൽ ചെടി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹരിത മിഷൻ്റെ കോർഡിനേറ്ററായ ദേവരാജ മാഷ് നമ്മുടെ കൂടെയുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. പത്മിനി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ PV ദിവാകരൻ കണ്ടൽ നടുന്നതിനെ കുറിച്ച് ക്ലാസ് എടുത്തു. വെച്ചുപിടിപ്പിക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. കാരണം ആഗോളതാപന നിയന്ത്രണത്തിന് ഒരു ഉത്തമ മാതൃകയായിട്ടാണ് നമ്മൾ ഈ കണ്ടൽ കാട് വെച്ചുപിടിപ്പിക്കുന്നത് ആയിട്ട് കാണുന്നത്. കാരണം മറ്റ് മഴക്കാടുകളെ അപേക്ഷിച്ച് 30 ഇരട്ടിയിലധികം കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് പിന്നെ വായുവിലെയും വെള്ളത്തിലെയും എല്ലാ വിഷാംശങ്ങളെയും സ്വീകരിച്ച് നമ്മളെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ട ഈ കണ്ടൽ ചെടികൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നവകേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ മാസ്റ്റർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വാർഡ് അംഗം ഗിരീശൻ സ്വാഗതവും വാർഡ് കൺവീനർ ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി അമിഞ്ഞിക്കോട് സമസ്ഥലം ശ്മശാനം, കണ്ണങ്കൈ VV സ്മാരക സ്തൂപത്തിന് സമീപം കാരിയിൽ ആലങ്കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം വക ശ്മശാനം, മയിച്ച ശ്രീ വയൽക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലം എന്നിവിടങ്ങളിൽ പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.